ഹായ്, സംക്രാന്തിക്ക് വസ്തുന എന്ന തെലുങ്ക് മൂവിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ സിനിമ ഞാൻ തമിഴ് ഡബിങ്ങിലാണ് കണ്ടത്. ഈ സിനിമയിൽ വെങ്കിടേഷ്, ഐശ്വര്യ രാജേഷ്, പിന്നെ മീനാക്ഷി ചൗധരി ഇവരൊക്കെയാണ് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ തെലുങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ നേടിയ ഒരു മൂവി കൂടിയാണ്. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ സിനിമയെ പറ്റി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സിനിമ നമ്മൾ ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടൊന്നും കാണാൻ പറ്റുന്ന ഒരു മൂവിയല്ല. കാരണം അങ്ങനെ വെച്ച് കാണുകയാണെങ്കിൽ നമ്മൾ പകുതി വെച്ചിട്ട് തന്നെ സിനിമ നിർത്തി വേറെ വല്ല വഴിക്കും പോകും. അപ്പോൾ ചുമ്മാ കണ്ടിരുന്ന് കുറച്ച് കോമഡിയും കുറച്ച് ഒരു ഫാമിലി സ്റ്റോറിയും പിന്നെ അതുപോലെ കുറച്ച് എന്റർടൈൻമെന്റും കുറച്ച് ഫൈറ്റും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു അലുവ പരുവത്തിലാക്കിയിട്ടുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കാര്യങ്ങളൊന്നും ഈ സിനിമയിലില്ല. ഒരുപാട് ക്ലേശ കാര്യങ്ങളും തേങ്ങ മാങ്ങയും പിന്നെ കുഴപ്പമില്ലാത്തെന്ന് പറയാനാണെങ്കിൽ സോങ് കേൾക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രസമുള്ള സോങ്ങുകളൊക്കെ തന്നെയായിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഈ സിനിമയെ പറ്റിയിട്ട് കൂടുതൽ പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സിഇഒയെ അവിടുത്തെ CM-ഉം പിന്നെ അവരുടെ ആൾക്കാരെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ക്ഷണിക്കുകയാണ് അവരുടെ നാട്ടിലോട്ട്. അങ്ങനെ ഭയങ്കര ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ അവിടെ വന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അതിനുശേഷം അവിടുത്തെ ഗസ്റ്റ് ഹൗസിലോട്ട് സിഇഒനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ച് ഈ സിഇഒനെ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നു. അപ്പോ ഈ സിഇഒയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മീനാക്ഷി ചൗധരി അവരൊരു പോലീസ് ഓഫീസറാണ്. അവരെയാണ് നിയമിച്ചിട്ടുണ്ടാവുക. പക്ഷെ അവരെ കൊണ്ടൊന്നും അത് സാധിക്കില്ല. അവരുടെ കയ്യിൽ നിന്നും ഈ സിഇഒനെ ഗുണ്ടകൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. അങ്ങനെ ഈ സിഇഒനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി വേറെ ആരെയാണ് കിട്ടുക എന്നുള്ള ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് നമ്മുടെ കഥാനായകൻ വെങ്കിടേഷിന്റെ കാര്യത്തെ പറ്റി പറയുന്നത്. അങ്ങനെ ഒരു നല്ലൊരു ഓഫീസറായിരുന്നു, എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കിട്ടുകയാണെങ്കിൽ ഈ സംഭവം വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പക്ഷെ അദ്ദേഹം ഈ ജോലിയിൽ നിന്നും രാജിവെച്ച് പോയതാണ്. അപ്പൊ വിളിച്ചാൽ വരൂ എന്നൊക്കെ ചോദിച്ചിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മീനാക്ഷി പറയും ഞാൻ വിളിച്ചാൽ വരും, കാരണം അയാളിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മീനാക്ഷി നമ്മുടെ വെങ്കിടേഷിനെ തിരഞ്ഞ് പോവുകയാണ്. അപ്പോ പിന്നീടാണ് നമ്മുടെ വെങ്കിടേഷിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. വെങ്കിടേഷ് മറ്റേ നമ്മുടെ മീനാക്ഷിയെ ഉപേക്ഷിച്ചതിന് ശേഷം വേറൊരു വിവാഹം കഴിച്ച് അതിലൊരു 4 പിള്ളേരും പിന്നെ അവരുടെ ഫാമിലിയിൽ കുറച്ച് കോമഡീസും ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു സിറ്റുവേഷനിലൊക്കെ നടന്നു പോകുന്ന സമയത്താണ് നമ്മുടെ മീനാക്ഷി ചൗധരി വീണ്ടും വരുന്നത്. അപ്പോ വെങ്കടേഷ് രണ്ടാമത് കല്യാണം കഴിക്കുന്നത് ഐശ്വര്യ രാജേഷിനെയാണ്. അങ്ങനെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്, എല്ലാവരും കണ്ടുമുട്ടി. അപ്പോൾ അവിടെയുള്ള ചെറിയ ചെറിയ കുശുമ്പുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സീക്വൻസ് എന്താ പറയാന്ന് അറിഞ്ഞൂടെ, എന്തൊക്കെയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടിയിട്ട് തലകുത്തി മറിഞ്ഞ് എന്തൊക്കെയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ജസ്റ്റ് ഒരു കാണുക എന്നുള്ളത് മാത്രമാണ് സിനിമയെ പറ്റി പറയാനുള്ളൂ. അതിൽ കൂടുതലൊന്നും സിനിമയെ പറ്റി ഇല്ല. അങ്ങനെ നമ്മുടെ മീനാക്ഷി വന്ന കാര്യം നമ്മുടെ വെങ്കടേഷിനോട് പറയുന്നുണ്ട്. അപ്പോ വെങ്കടേഷിനെ വിടാൻ നമ്മുടെ ഐശ്വര്യ രാജേഷിന് താല്പര്യമില്ല. അവരെല്ലാരും കൂടിയിട്ടാണ് പിന്നെ ഈ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോഴും ഈ പറഞ്ഞ പോലെ കുറെ കോമഡീസും പിന്നെ അവർ തമ്മിലുള്ള കുറച്ച് ക്ലേശ സീനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ നമ്മുടെ സിഇഒനെ രക്ഷിക്കുന്നുണ്ട്. സിഇഒനെ രക്ഷിക്കുന്ന സമയത്ത് കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലിടക്ക് നമ്മുടെ വെങ്കടേഷ് ഇത്രയും വർഷം 6 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു കേസ് അന്വേഷണത്തിന് വരുന്നത്. അപ്പോ ആ ഒരു സമയം വരെ ഉണ്ടായിരുന്ന മൂപ്പരുടെ ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ ലാസ്റ്റത്തെ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഈ നമ്മുടെ ഐശ്വര്യ രാജേഷും മീനാക്ഷി ചൗധരിയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഭയങ്കര അതായത് നമ്മുടെ വെങ്കടേഷിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ദേഷ്യത്തിലാണ് ലാസ്റ്റ് സമയത്തുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ദേഷ്യമാണ് മൂപ്പരെ വീണ്ടും എനർജി എന്നൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. സംഭവം നമുക്ക് ചുമ്മാ കണ്ട് തീർക്കാമെന്നുള്ളൊരു മൂവി മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെ നമ്മുടെ സിഇഒനെ രക്ഷിച്ച നമ്മുടെ വെങ്കിടേഷ് തന്നെ ഈ സിഇഒനെ വീണ്ടും അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ CM-നെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും. അതായത് എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അവിടെയുള്ള ആൾക്കാർ, അവിടെയുള്ള MLA അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഒരു മോശക്കാരനായിട്ട് ചിത്രീകരിച്ചിട്ട് ആ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹം നല്ലവനാണെന്ന് പറഞ്ഞിട്ട് അതേ സ്കൂളിലോട്ട് തിരിച്ച് കയറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഭീഷണി CM-നെ നമ്മുടെ വെങ്കടേഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ CM അതിനുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് സെറ്റാക്കും. അപ്പോൾ നമ്മുടെ വെങ്കടേഷ് ഈ സിഇഒനെ തിരിച്ച് ഇവരെ ഏൽപ്പിക്കും. അങ്ങനെ ഏൽപ്പിച്ചിട്ട്
ഇദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വഴിക്ക് തിരിച്ച് വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ പടത്തിന്റെ കഥ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടൊന്നും ഈ മൂവി ഒരിക്കലും കാണാൻ പറ്റില്ല. ചുമ്മാ അങ്ങനെ കണ്ട് ഇരുന്ന് തീർക്കാം. ഏകദേശം 2 മണിക്കൂറും 16 മിനിറ്റും ഈ മൂവി ഉണ്ട്. അതിലിടക്ക് ഞാൻ പറഞ്ഞില്ല, പാട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കി എല്ലാതും ഭയങ്കരമായിട്ട് ഓവറായിട്ട്, വില്ലന്മാരൊക്കെ ഭയങ്കര ഓവറാണ്. ഓവർ എന്ന് പറഞ്ഞാൽ വില്ലത്തരല്ല, കോമഡി ആണോ വില്ലത്തരാണോ എന്തൊക്കെയാണോ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് അവർക്ക് തന്നെ നിശ്ചയമല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ വെങ്കടേഷും ഐശ്വര്യ രാജേഷ്, മീനാക്ഷി, ഇവരെല്ലാവരും ഭയങ്കര ഓവർ ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും നമുക്ക് അത് കേൾക്കുന്നില്ല. ചുമ്മാ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഈ മൂവി ഒന്ന് കണ്ടു നോക്കൂ. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. അപ്പോൾ അടുത്ത വീഡിയോയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.